ഈ ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട് അനുസരിച്ച് നിലവിൽ ഈ മുരാരി ബാബുവിന് മുകളിലേക്ക് പോകാനുള്ള സാധ്യതയില്ല. പക്ഷേ അല്ലല്ല, പക്ഷേ SIT കണ്ടെത്തണം. SIT കണ്ടെത്തുന്നത് എന്താണ്? ഇതിനും അപ്പുറമുള്ള ഇടപാടുകൾ കണ്ടെത്തണം, ഇതിനപ്പുറമുള്ള തെളിവുകൾ കണ്ടെത്തണം. കാരണം ഇതെല്ലാം മൊഴികളാണ്. ഈ മൊഴികളാണ് ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നതും പ്രധാനപ്പെട്ട ഡോക്യുമെന്റുകൾ പരിശോധിച്ചതിൽ നിന്നാണ് ദേവസ്വം വിജിലൻസ് ഈ കണ്ടെത്തലുകൾ നടത്തിയിരിക്കുന്നതും. ആ കണ്ടെത്തലുകളെ അതേപടി SIT പിന്തുടരുകയാണെങ്കിൽ കുരുക്ക് മുകളിലേക്ക് പോവില്ല. പക്ഷേ ഇത് മുകളിലേക്ക് പോകേണ്ടതുണ്ട്. കാരണം ഈ ഞാൻ അതാണ് അതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞത്, ഈ മുരാരി ബാബുവിന് ഇത്ര വലിയ സ്വാധീനശേഷി അവിടെ ഉണ്ടാകാനുള്ള കാരണം അദ്ദേഹത്തിന് ലഭിച്ച പൊളിറ്റിക്കലായിട്ടുള്ള പാട്രണേജാണ്. രാഷ്ട്രീയമായിട്ടുള്ളൊരു സംരക്ഷണം കിട്ടിയിട്ടുണ്ട്, സാമുദായിക സംരക്ഷണം കിട്ടിയിട്ടുണ്ട്, ഒപ്പം അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ സംരക്ഷണം കിട്ടിയിട്ടുണ്ട്, സ്പോൺസർമാരുടെ സംരക്ഷണം കിട്ടിയിട്ടുണ്ട്. അയ്യപ്പൻ്റെ സ്വത്ത് അടിച്ചുകൊണ്ട് പോകാൻ ശ്രമിച്ചത് ആരാണെങ്കിലും എത്ര ഉന്നതനാണെങ്കിലും പിടിക്കപ്പെടണം എന്ന് തന്നെയാണ്. അതേത് മുരാരിയാണെങ്കിലും പിടിക്കപ്പെടണം എന്നുള്ളതാണ് ഈ വിഷയത്തിൽ എൻ്റെ ടേക്ക്. അതുകൊണ്ട് മുകളിലേക്ക് തന്നെ പോകണം. ഉത്തരവാദികൾ ഉണ്ടെങ്കിൽ ഈ മുരാരിക്കെതിരെ നടപടിയെടുക്കാത്ത ഉദ്യോഗസ്ഥരുടെ ചിത്രം കൂടി പുറത്തു വരണം എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. ഈ വിഷയത്തിൽ റിപ്പോർട്ട് ഏറ്റുമാനൂരിൽ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും വിശദമായി പരിശോധിക്കുന്നുണ്ട്. നാളെ മുതലുള്ള റിപ്പോർട്ടുകളിൽ പ്രേക്ഷകർക്ക് അത് കാണുകയും ചെയ്യാം. അപ്പോൾ എൻ്റെ ടേക്ക് ഈസ് വെരി ക്ലിയർ. ഉന്നതരുണ്ടെങ്കിൽ കുടുങ്ങുക തന്നെ വേണം.